Welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT class 10 chapter 4 second degree equations. So in this video we will study how to solve second degree equations by the method of square completion. So square completion method വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് second degree equations solve ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. So I will show you one example. X square plus 2x is equal to 224. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്? സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഈ എക്സ് എന്ന് പറഞ്ഞ ടേം എടുക്കാം. എക്സ് ടേമിൻ്റെ കൂടെയുള്ള നമ്പർ ദാറ്റ് ഇസ് 2. ടേക്ക് ഹാഫ് ഓഫ് ദാറ്റ് നമ്പർ. 2ൻ്റെ പകുതി ദാറ്റ് ഇസ് 1. ഹാഫ് ഓഫ് 2 ഇസ് 1. സോ ആ 1ൻ്റെ സ്ക്വയർ ആണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നത്. സോ ആഡിങ് ഹാഫ് ഓഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള ടേമിൻ്റെ പകുതിയാണ് രണ്ട് ഭാഗത്തും നമ്മൾ ആഡ് ചെയ്യുക. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 224 പ്ലസ് 1 സ്ക്വയർ. അപ്പം ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. അപ്പം എന്താ ആഡ് ചെയ്യുന്നത്? എക്സ് എന്ന് പറഞ്ഞ ടേമിൻ്റെ എക്സ് കോയിഫിഷ്യൻ്റ് വരുന്ന എക്സ് വേരിയബിൾ വരുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ half of the coefficient of x, its square, we have to add it on both the sides. Now this become an perfect square ആയിട്ട് കിട്ടി. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ. അപ്പോൾ സ്ക്വയർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ദിസ് ഇസ് ഓഫ് ദ ഫോം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോമാണ് ദാറ്റ് ഇസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. സോ ഹൗ ക്യാൻ യു മേക്ക് ദിസ് ആസ് എ സെക്കൻഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം? സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 224 പ്ലസ് 1 സ്ക്വയർ ഇസ് 225. Or you can write it as x plus 1 whole square is equal to 225 means it is 15 square. ഇപ്പോൾ ഇവിടെ പവേഴ്സ് രണ്ടും സെയിം ആണ്. So the bases you can equate it, that is x plus 1 is equal to 15 or x equal to 15 minus 1 that is 14. So ഇങ്ങനെയാണ് സോൾവിങ്. സോൾവിങ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എന്താ ചെയ്യുന്നത്? എക്സ് വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക. സോ എക്സ് വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. അല്ലെങ്കിൽ ടേം പവർ 1 ആയിട്ടുള്ളതിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ്. സോ ഹാഫ് ഓഫ് 2 ഈസ് 1. ആ കിട്ടിയ 1ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ടാണ് അതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുന്നത്. ഐ വിൽ ഷോ യു വൺ മോർ എക്സാമ്പിൾ ടു കംപ്ലീറ്റ് ദ സ്ക്വയർ. സോ നെക്സ്റ്റ് വൺ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 20x ഈസ് ഈക്വൽ ടു 224. സോ സെയിം വേ x വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ഇസ് 20. സോ ഹാഫ് ഓഫ് 20 ഇസ് 10. ആ 10 സ്ക്വയർ ആണ് രണ്ട് സൈഡിലും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ദിസ് ബിക്കംസ് എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു 224 പ്ലസ് 10 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പോൾ എങ്ങനെ വരും? x plus 10 the whole square is equal to 224 plus 100 that is 324. ഈ 324 എന്ന് പറയുന്നതാണ് 18 സ്ക്വയർ. സോ ദിസ് ഇസ് x plus 10 whole square is equal to 18 സ്ക്വയർ. ഇനി രണ്ട് പവേഴ്സും സെയിം ആയതുകൊണ്ട് നമുക്ക് ബേസസ് ഇക്വേറ്റ് ചെയ്യാം. x plus 10 is equal to 18 or x is equal to 18 minus 10 that is 8. So that is a way of solving by square completion method. Now we'll move on to word problems. First question. 1 added to the product. 1 added to the product of 2 consecutive even numbers gives
289. What are the numbers? What are the numbers? 1 added to the product of two consecutive even numbers. Adutha even numbers. Even numbers, adutha even numbers on a first even number, if it is x, the next even number will be x plus 2. Product of these two, that is x into x plus 2, and 1 added to the product gives 289. That is x square plus 2x plus 1 is equal to 289. And 1 means it can be written as 1 square. ഇനി ഇവിടെ നമ്മൾ ഇവിടെ ഓൾറെഡി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണിത്. ഇതിനെ ഇനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനില്ല. So this can be written as x plus 1 whole square is equal to 17 square. Since the powers are same, we can equate the bases. So x plus 1 is equal to 17 or x equal to 16. Now moving on to the next question. 9 added to the product. 9 added to the product of two consecutive multiples of 6. Multiples of 6 gives 729. What are the numbers? What are the numbers? So product of two consecutive multiples of 9. Adutha multiples of 6, not 9. Adutha multiples of 6. അപ്പോൾ അടുത്ത മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ ഒരു 6 കഴിഞ്ഞാൽ പിന്നെ 6ന്റെ മൾട്ടിപ്പിൾ 12 ആണ്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉള്ളത് 6 ആണ്. സോ ഈ ഫസ്റ്റ് നമ്പർ ഇസ് എക്സ്, സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 6 വിൽ ബി എക്സ് പ്ലസ് 6. പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു, ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. 9 added to the product, so plus 9 gives 729. Then opening the bracket, x square plus 6x plus 9 is equal to 729. That is, this is a perfect square ആയി കഴിഞ്ഞതാണ് ഇവിടെ. So x plus 3 whole square is equal to 27 square. Since the powers are same, we can equate the bases. So x plus 3 is equal to 27, or x is equal to 27 minus 3, that is 24. So the numbers are 24 and the next number will be x plus 6 എന്ന് പറയുമ്പോൾ അടുത്ത നമ്പർ 24 plus 6, that is 30. So ഇവിടെയാണെങ്കിലും ഇതിനകത്താണെങ്കിലും നമ്പേഴ്സ് ചോദിച്ചാൽ ഫസ്റ്റ് നമ്പർ 16, സെക്കൻഡ് നമ്പർ ഇറ്റ് ഇസ് 16 plus 2, it is 18. അങ്ങനെയൊക്കെ എഴുതണം. Now next question. How many terms of the arithmetic sequence? How many terms of the arithmetic sequence 5, 7, 9, etc. must be added to get 140? How many terms of the arithmetic sequence 5, 7, 9, etc. must be added? Added എന്ന് പറയുമ്പോൾ sum of n terms. Sum of n terms Sn is equal to n by 2 into 2f plus n minus 1 into d. അങ്ങനെയാണ് sum of n terms of the arithmetic sequence. That is equal to 140. അവിടെ first term is 5. So n by 2 into 2 into 5 plus n minus 1 into common difference is 2. That is equal to 140. So ഇവിടെയൊക്കെ 2 കോമൺ ആണ്. 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ n by 2 into 2. രണ്ടിലത്തെ 2ഉം പുറത്തെടുത്തു. ബാക്കി ഇവിടെ 5 plus n minus 1 is equal to 140. അതിൽ ആ 2 ക്യാൻസൽ ചെയ്ത് കഴിയും. So 5 minus 1 is 4. So n into 4 plus n is equal to 140. ഇനി അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. So n square 4n plus n square is equal to 140.
ഇനി ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. സോ എന്നിൻ്റെ പവർ 1 ഉള്ളതിൻ്റെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. n സ്ക്വയർ പ്ലസ് 4n ഇസ് ഈക്വൽ ടു 140. അപ്പം n എന്ന് പറഞ്ഞ വേരിയബിൾ ഫസ്റ്റ് ഡിഗ്രി ഉള്ള വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കാം. അതിൻ്റെ ഹാഫ്, അതായത് 2. ഇറ്റ്സ് സ്ക്വയർ, ഇറ്റ് ഇസ് 2 സ്ക്വയർ. സോ ഹാഫ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയബിൾ, അതായത് ഫസ്റ്റ് ഡിഗ്രി വരുന്നതിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക, അതിൻ്റെ പകുതി, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. സോ ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. സോ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 140 പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 144. ആൻഡ് 144 എന്ന് പറയുന്നത് that is 12 സ്ക്വയർ. രണ്ട് ഭാഗത്തെയും സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ n പ്ലസ് 2 ഇസ് ഈക്വൽ ടു 12 ഓർ n ഇസ് ഈക്വൽ ടു 10. സോ നമ്പർ ഓഫ് ടേംസ് 10 ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 140 കിട്ടുന്നത്. നൗ നെക്സ്റ്റ് വൺ, 16 added to the sum of first few terms of the arithmetic sequence 9, 11, 13, etc. gave 256. How many terms were added? 16 added to the sum of the first few terms of the arithmetic sequence. അപ്പോൾ സം ഓഫ് n ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 256. സോ n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d സം ഓഫ് n ടേംസ് പ്ലസ് 16 gives 256. അതിൽ ഫസ്റ്റ് ടേം 9, കോമൺ ഡിഫറൻസ് 2, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n/2 ഇൻറ്റു 2 ഇൻറ്റു 9 പ്ലസ് n minus 1 into common difference is 2 plus 16 equal to 256. Simplifying that equation, ഇതിൽ രണ്ട് ടേംസിലും 2 കോമൺ ആണ്. ഈ 2ഉം നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ n/2 ഇൻറ്റു 2 റിമൈനിങ് 9 പ്ലസ് 9 പ്ലസ് n minus 1 plus 16 is equal to 256. ആ 2 അവിടെ ക്യാൻസൽ ആവും. ബാക്കി n into 8 plus n plus 16 is equal to 256, or that is n square plus 8n plus 16 is equal to 256, or you can write this as n plus 4 whole square is equal to 16 square. രണ്ടിലും പവേഴ്സ് 2 ആണ്. സോ n is equal to 16 minus 4, that's equal to 12. n plus 4 whole square is equal to, അപ്പോൾ ഇവിടെ n is equal to 12 എന്ന് കിട്ടും. Okay. So number of terms, how many terms were added? Number of terms equal to 12 terms were added. Now next question. An isosceles triangle has to be made like this. ഇങ്ങനെ ഒരു isosceles triangle ആണ്. And this is the base. And this is the height. The height should be 2 meters less than. Height should be 2 meters less than the base. And
the area and the area should be 12 meters square. What should be the length of the sides? What should be the length of the sides? So height should be 2 meters less than the base. But base x aanengil height x minus 2 aanu. And also the area is 12. Area of a triangle is half base into height. And ഇവിടെ പറഞ്ഞിരിക്കുന്ന area 12 ആണ്. So half into base x height x minus 2 is equal to 12. Or x into x minus 2 is equal to 24. That is x square minus 12, 2x is equal to 24. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ x വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 2. 2ൻ്റെ പകുതി 1. 1 സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 24 പ്ലസ് 1 സ്ക്വയർ. ഇത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ഫോമാണ്. സോ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ is equal to 25 or x minus 1 whole square is equal to 5 square. So x minus 1 is equal to 5 or x equal to 6. So the sides of the triangle, base 6 meters and height 2 minus 4 meters. Now next one, a 2.6 meter long rod leans against a wall. Against a wall, its foot 1 meter from the wall. 1 meter from the wall. When the foot is moved a little away, when the foot is moved a little away from the wall, its upper end slips the same length down. Slips the same length down. How much farther is the foot moved? How much farther is the foot moved? സോ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു ലാഡർ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. rod is kept like this, leaning against a wall. Length of the rod is 2.6 meters and it is 1 meter away. Its foot is 1 meter away from the wall. അപ്പോൾ ഇത് 1 meter. So അങ്ങനെയാണെങ്കിൽ let this be ABC. We can find out what is this height. AB എത്രയാണെന്ന് കാണാം. AB is equal to Pythagoras theorem apply ചെയ്യുകയാണെങ്കിൽ 2.6 whole square minus 1 square, that is root of 6.76 minus 1, that is root of 5.76, which is equal to 2.4. Next in triangle EBD, അതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. മോളിൽ നിന്ന് ഒരു എക്സ് ഇങ്ങോട്ടേക്ക് സ്ലിപ്പ് ചെയ്തതാണ്. മോളിൽ നിന്നൊരു ആ റോഡ് കുറച്ച് താഴേക്ക് വന്നപ്പോൾ അവിടെ എക്സ് ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റോഡിൻ്റെ ലെങ്ത്ത് 2.6 തന്നെയാണ്. സോ ആ റൈറ്റ് ട്രയാങ്കിളിൽ ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2.6 സ്ക്വയർ.
ഇത് a plus b whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 5.76 മൈനസ് 2 ഇൻറ്റു 2.4 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2.6 whole square is 6.76. So ഇവിടെ x square plus x square is 2x square plus 2x minus 4.8x. ഇവിടെ 1 plus 5.76 equal to 6.76. ആ രണ്ട് ഭാഗത്തും 6.76 ക്യാൻസൽ ആവും. 1 plus 5.76 ആണ് 6.76. ഈ സൈഡിലും 6.76 ഉള്ളതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ ഈക്വൽ ടു 0. ദെൻ 2x സ്ക്വയർ മൈനസ് 2.8x ഈക്വൽ ടു 0. രണ്ടിലും 2x കോമൺ ആണ്. സോ ബാക്കി x മൈനസ് 1.4 ഇസ് ഈക്വൽ ടു 0 ഓർ ഐദർ x ഈക്വൽ ടു 0 അല്ലെങ്കിൽ x മൈനസ് 1.4 ഈക്വൽ ടു 0. അപ്പോൾ x 0 ആവില്ല, ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതല്ലേ. So x minus 1.4 is equal to 0. That means the value of x is equal to 1.4. So ഈ ഡിസ്റ്റൻസ് മൂവ് ചെയ്തത് ആണ് 1.4 meters. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.